ഹലോ മക്കളെ, വെൽക്കം ടു ഏകൺ SSLC ചാനൽ. എല്ലാവർക്കും ഏകൺ SSLC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വിനി മാം ആണ്. സോ എല്ലാവരും ഇങ്ങനെ SSLCയുടെ അതായത് നമ്മുടെ നാളത്തെ മോഡൽ എക്സാമിന്റെ ചൂട് പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ. സോ നമ്മളെ മുന്നിൽ ഇനി അധികം സമയമൊന്നുമില്ല, അതായത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ ബൈ ലൈൻ റിവിഷൻ ചെയ്യാനുള്ള സമയവുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് നാളത്തെ നമ്മുടെ ബയോളജി എക്സാമിന് എന്തായാലും ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അതായത് ഡയഗ്രാംസ് ആയിട്ടാണ്. ഇതിൽ മിനിമം ഒരു 3 എണ്ണമെങ്കിലും നാളത്തെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ കാണും. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധയോട് കൂടി ഇരുന്ന് കാണുക. ആൻഡ് ഈ പറയുന്ന ചിത്രങ്ങൾ, ഈ പറയുന്ന ഡയഗ്രാംസ് ഒക്കെ വരച്ചു പഠിക്കുക. അതേപോലെ തന്നെ പാർട്സ് എല്ലാം ലേബൽ ചെയ്യാൻ പഠിക്കുക. അതിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസും പഠിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. Redraw the diagram. Name and label the parts indicated below. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. ഈ തന്നിരിക്കുന്നത് എന്തിന്റെ ചിത്രമാണടാ? നമ്മുടെ ന്യൂറോൺ, നാഡീകോശത്തിന്റെ ചിത്രമാണല്ലേ. സോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് നോക്കിയാലും ഈ ഒരു ഡയഗ്രാം ഇല്ലാത്ത ഒരൊറ്റ ചോദ്യം പോലും ഉണ്ടാവില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ തന്നിരിക്കുന്ന ന്യൂറോണിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം, പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കണം, ഓരോ ഭാഗത്തിന്റെയും ധർമ്മം, ഫംഗ്ഷനും പഠിക്കണം. സോ ഇവിടെ തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ വായിക്കുക, ഏത് ഭാഗമാണെന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് ക്യാരീസ് ഇമ്പൾസ് എവേ ഫ്രം ദ സെൽ ബോഡി, അതായത് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ഏതാണ്? ഏതാണടാ ഭാഗം? പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? അത് ആക്സോൺ ആണല്ലേ. ഏത് ഭാഗമാണ്? ആക്സോൺ. ഈ കാണുന്ന ലൈന് കണ്ടോ, അല്ലെങ്കിൽ നീളം കൂടിയ തന്തു കണ്ടോ, ലോങ്സ്റ്റ് ഫിലമെന്റ് കണ്ടോ? ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ എന്താ ചെയ്യുക? ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് സംവഹിക്കുന്നു. അടുത്തത് നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. സെക്രീൻസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഏത് ഭാഗമാണടാ? ഇവിടെ നിങ്ങൾക്ക് കുറെ കുഞ്ഞി 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 ബാഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെ, കുഞ്ഞി അറകൾ കാണാം അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഇതെന്താ വിളിക്കുന്നത്? സിനാപ്റ്റിക് നോബ്. എന്താ സിനാപ്റ്റിക് നോബിന്റെ ധർമ്മം? നാഡീയ പ്രേഷകം, രാസവസ്തുക്കളായിട്ടുള്ള നാഡീയ പ്രേഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് സിനാപ്റ്റിക് നോബ്. ഓക്കെ. അടുത്തത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ശാഖകൾ. അപ്പൊ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഏത് ഭാഗമാണടാ? ഡെൻഡ്രോൺ. ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇതാണ് ഡെൻഡ്രോൺ അല്ലേ. ഇതിന്റെ ശാഖകൾ എന്ന് പറയുമ്പം ഇവിടെ ഈ കാണുന്ന ഭാഗമല്ലേ. ഇതെന്താണ്? ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഇതെന്താണടാ മക്കളെ? ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഇത് മാത്രമല്ല, ആക്സോണായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ, ഇപ്പൊ മൈലിൻ ഷീത്ത്, ശ്വാൻകോശം, ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ചിത്രം, ഈ ഒരു ഡയഗ്രാം നല്ല വ്യക്തമായിട്ട് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ച് ലേബൽ ചെയ്യാൻ പഠിച്ചു പോവാ കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സ്പൈനൽ കോഡ്. നെയിം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. സുഷുമ്നയുടെ ഛേദത്തിന്റെ ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. അപ്പൊ ഈ തന്നിരിക്കുന്നത് സ്പൈനൽ കോഡ് ആണ് അഥവാ സുഷുമ്നയാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലേ. അപ്പൊ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ എന്തായാലും വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഇനി ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പാർട്ട് ത്രൂ വിച്ച് ദ സെൻസറി ഇമ്പൾസ് റീച്ച് ദ സ്പൈനൽ കോഡ്. എന്താണെടാ? സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്ന ഭാഗം. അത് ഏത് ഭാഗമാണ്? 2 റൂട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഒന്ന് ഡോർസൽ റൂട്ടും മറ്റൊന്ന് എന്താണ്? വെൻട്രൽ റൂട്ടും. അപ്പൊ ഈ പറയുന്നത് ഡോർസൽ റൂട്ടിനെ കുറിച്ചാണോ വെൻട്രൽ റൂട്ടിനെ കുറിച്ചാണോ? എന്താ ചോദ്യം? സംവേദ ആവേഗങ്ങൾ, സെൻസറി ഇമ്പൾസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ് എന്നാണ് ചോദ്യം. അതാരാണടാ? ഈ കാണിച്ചിരിക്കുന്ന ഭാഗം അല്ലെ. ഇതെന്താണ് ഭാഗം? പെട്ടെന്ന് പറഞ്ഞേ, ഇതെന്താണ് ഭാഗം? ഇത് ഡോർസൽ റൂട്ട് ആണ് അല്ലെ. ഇതെന്താണ്? ഡോർസൽ റൂട്ട്. അപ്പൊ ഡോർസൽ റൂട്ട് വഴിയാണ് സംവേദാവേഗങ്ങൾ, സെൻസറി ഇമ്പൾസ് സുഷുമ്നയിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് പാർട്ട് ത്രൂ വിച്ച് ദ മോട്ടോർ ഇമ്പൾസ് ഗോ ഔട്ട് ഓഫ് ദ സ്പൈനൽ കോഡ്. പ്രേരകാവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭാഗം അല്ലെ. അതായത് നമ്മളെ സ്പൈനൽ കോഡ് ഉണ്ടാക്കുന്ന ആ റെസ്പോൺസുകൾ, പ്രതികരണങ്ങൾ എങ്ങനെയാണ് സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ചു പോകുന്നത്? അത് ഏത് റൂട്ട് വഴിയാണ്? ഏത് റൂട്ട് വഴിയാണ്? ഈ കാണിച്ചിരിക്കുന്ന വെൻട്രൽ റൂട്ട് വഴിയാണ് അല്ലെ. ഏത് റൂട്ട് വഴിയാണടാ? വെൻട്രൽ റൂട്ട് വഴി. ഓക്കെ, വെൻട്രൽ റൂട്ട്. അടുത്ത ചോദ്യം,
പാർട്ട് ഫിൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. മസ്തിഷ്കത്തിൽ എന്ന പോലെ സ്പൈനൽ കോഡ് സുഷുമ്നയിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ കാണുന്ന സെൻട്രൽ കനാലിൽ അല്ലെ? എവിടെയാണടാ? സെൻട്രൽ കനാൽ. സെറ്റായല്ലോ. ഇത് കൂടാതെ ഒരു ചോദ്യം കൂടി ഈ ഭാഗത്തുനിന്ന് വരാം. എന്താണ് സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ, ധർമ്മം? നമ്മൾ ചെയ്യുന്ന ചില റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ? അതായത് തുടരെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില മൂവ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, നമ്മുടെ നടത്തം, അല്ലെങ്കിൽ നമ്മുടെ റണ്ണിങ്, ഓട്ടം. അപ്പൊ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ്, ഇത്തരത്തിലുള്ള ചലനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് അഥവാ സുഷുമ്നയാണ്. അപ്പൊ ആ ഒരു ചോദ്യം കൂടി ഈ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, redraw the diagram and identify and label the parts with their names. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ന്യൂറോണും മസ്തിഷ്കവുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ ഈ തന്നിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലേ, മസ്തിഷ്കമല്ലേ? അപ്പൊ ഇത് പകർത്തി വരയ്ക്കാൻ പഠിച്ചോളൂ. ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വെറുതെ എഴുതിയാൽ പോരാ, അടയാളപ്പെടുത്തണം. ഒന്നാമത്തത്, മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ശരീര തുലന നില പാലിക്കുന്ന ഭാഗം അല്ലെ? നമ്മുടെ ബോഡിയുടെ ബാലൻസിങ്, നമ്മുടെ ബോഡിക്ക് എന്തുണ്ട്? ഒരു തുലന നിലയുണ്ട്. ഇത് ആരാണ് നിയന്ത്രിക്കുന്നത്? ഇത് നിയന്ത്രിക്കുന്നത് നമ്മുടെ സെറിബെല്ലമാണ്. അപ്പൊ എവിടെയാണ്ടാ മക്കളെ സെറിബെല്ലം? ഈ കാണിച്ചിരിക്കുന്ന ഭാഗം കണ്ടോ? ഇതാണ് സെറിബെല്ലം അല്ലെ? സെറിബെല്ലം. അടുത്തത്, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യുന്ന മൂവ്മെന്റ്സ് അല്ലെ? ഞാനിപ്പോ എന്റെ തലയിട്ട് ചലിപ്പിക്കുന്നുണ്ടല്ലേ, ഞാൻ എന്റെ കൈകൾ ചലിപ്പിക്കുന്നുണ്ടല്ലേ, എന്റെ ഫിംഗേഴ്സ് ഞാൻ മൂവ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ കൺട്രോൾ ചെയ്യുന്ന വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മസ്തിഷ്കത്തിലെ, ബ്രെയിനിലെ ഏത് ഭാഗമാണ്? അത് ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ സെറിബ്രം അല്ലെ? ഏത് ഭാഗമാണടാ? സെറിബ്രം ആണ്. ഓക്കെ, ഏതാണ്? സെറിബ്രം. യെസ്, സെറിബ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാഗം ഏതാണ്? ആ പുനഃപ്രസരണ കേന്ദ്രം അഥവാ റിലേ സ്റ്റേഷൻ അത് ഏത് ഭാഗമാണ്? അത് നമ്മുടെ ഏത് ഭാഗം? അത് ഈ കാണിച്ചിരിക്കുന്ന തലാമസ് അല്ലെ? ഏത് ഭാഗമാണടാ? തലാമസ് ആണ്. സോ തലാമസ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു ചോദ്യം കൂടിയുണ്ട്. നെയിം ദ പാർട്ട് ലേബിൾഡ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. നമുക്ക് ഇവിടെ ഒരു ഭാഗം തന്നിട്ടുണ്ട് അവര്, ഈ കാണിച്ചിരിക്കുന്ന ഭാഗം അല്ലെ? ഇതിന് എക്സ് എന്ന് അവർ വിളിച്ചിട്ടുണ്ട്. ഈ എക്സ് ഏത് ഭാഗമാണ്? പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ് ഭാഗം? എക്സ് എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണല്ലേ? നമ്മൾ ഒബ്ലോങ്കട്ട എന്ന് പറയില്ലേ? അതാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ധർമ്മം, ഫംഗ്ഷൻ എന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹൃദയസ്പന്ദനം അല്ലെ, ഹാർട്ട് ബീറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസം, റെസ്പിറേഷൻ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലല്ലോ, നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മസ്തിഷ്കത്തിലെ, ബ്രെയിനിലെ എല്ലാ ഭാഗങ്ങളും പഠിച്ചോളാം. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്, അതേപോലെ തന്നെ തലാമസ്. ഈ 5 എണ്ണവും അടയാളപ്പെടുത്താൻ പഠിക്കണം. അതിന്റെ കൂടെ തന്നെ ധർമ്മവും നിങ്ങൾ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും വ്യക്തമായി പഠിച്ചോളാം. എന്തായാലും ഉറപ്പായും 100% ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. യെസ്, അടുത്ത ചോദ്യം, ഇത് നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണല്ലേ. തന്നിരിക്കുന്നത് എന്തിന്റെ ഘടനയാണ്? കണ്ണിന്റെ ഘടന അല്ലെ? കണ്ണിന്റെ ചിത്രം, ഐയുടെ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. റീഡ്രോ ദ ഫിഗർ, ഇവിടെയും പകർത്തി വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പാർട്സ് അക്കോർഡിംഗ് ടു ദ ഹിന്റ്സ് ആൻഡ് ലേബൽ ദം. ചിത്രം പകർത്തി വരച്ച് സൂചനകൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക. ഓക്കെ, അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, the aperture seen at the center of iris. ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരം, ആ ഓപ്പണിംഗ് അല്ലെ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മുടെ ലൈറ്റ് അതിലൂടെയാണ് പ്രവേശിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഈ കാണുന്ന ഭാഗം അല്ലെ, ഇതിനെ വിളിക്കുന്ന പേരാണ്
പ്യൂപ്പിൾ. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരെന്താടാ? പ്യൂപ്പിൾ ആണ്. അതായത് പ്രകാശത്തിന്റെ തീവ്രത, ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ഇതിന്റെ സൈസ് ഇങ്ങനെ വലുതാകും ചെറുതാകും അല്ലെ. ഏതാ ഭാഗം? പ്യൂപ്പിൾ ആണ് കേട്ടോ. അടുത്തത് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്, അതായത് നമ്മളെ കണ്ണിൽ കാണുന്ന ജെല്ലി പോലെയുള്ള ദ്രവം, അത് ഏത് ഭാഗമാണ്? രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഒന്ന് എക്വസ് ഹ്യൂമർ, എക്വസ് ദ്രവവും, മറ്റൊന്ന് വിട്രിയസ് ഹ്യൂമർ, വിട്രിയസ് ദ്രവവുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ജെല്ലി ലൈക്ക് അല്ലെ, ജെല്ലി പോലെയുള്ള ഭാഗം ദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ദ്രവമാണ്? ഇവിടെ കാണുന്ന അല്ലെ, ഇവിടെ കാണുന്ന ഏത് ദ്രവമാണടാ? നമ്മുടെ വിട്രിയസ് ദ്രവം അല്ലെ, വിട്രിയസ് ഹ്യൂമർ ആണ്. കാരണം എക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് വാട്ടർ ലൈക്ക് ഫ്ലൂയിഡ് ആണ്, ജലം പോലെയുള്ള ദ്രവമാണ്. അടുത്തത് ദ ലെയർ ഓഫ് ദ ഐ വേർ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ സീൻ അല്ലെ, നമ്മളെ കണ്ണിലെ ഏതോ ഒരു ലെയറിൽ, ഏതോ ഒരു പാളിയില് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നു. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതേതാ ഭാഗം? ഇവിടെ വരുന്ന ഭാഗം അല്ലെ, ഈ കാണുന്ന ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, ഉള്ളിലുള്ള പാളി, ഈ പാളിയെ വിളിക്കുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് റെറ്റിന അല്ലെ. എന്താ വിളിക്കുന്നത്? റെറ്റിന. ഇതിനെ വിളിക്കുന്ന പേരാണ് റെറ്റിന. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ റെറ്റിനയിൽ തന്നെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ടോ ഫോട്ടോ റിസെപ്റ്റേഴ്സ്? ഇല്ല. റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ള ഭാഗം യെല്ലോ സ്പോട്ടും ഇല്ലാത്ത ഭാഗം ബ്ലൈൻഡ് സ്പോട്ടുമാണ്. അതുകൂടി ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ കണ്ണെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലെ. കുറേ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ എല്ലാ ഭാഗങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എല്ലാ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 എണ്ണം ഉണ്ടെങ്കിൽ 10ഉം ചോദിക്കും എന്നല്ല മിസ് ഉദ്ദേശിച്ചത്. ഒരു 5 എണ്ണം ഒക്കെ എന്തായാലും ചോദിക്കും. അത് ഏത് ഭാഗം വേണമെങ്കിലും ആവാം എന്നാണ് മിസ് ഉദ്ദേശിച്ചത്. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഡയഗ്രാം. ഇതിന്റെ ഘടന കൃത്യമായി വരയ്ക്കാൻ പഠിച്ച് ലേബൽ ചെയ്യാൻ പഠിക്കുക. ധർമ്മം, ഫങ്ഷൻസും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ റിലേറ്റഡ് ടു സ്ട്രക്ചർ ഓഫ് ഇയർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചെവിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ ചെവിയുടെ ഏത് ഭാഗമാണ് ഈ തന്നിരിക്കുന്നത്? ഐഡന്റിഫൈ എ നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എ. അതായത് ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഇത് അസ്ഥി ശൃംഖലയാണ് അല്ലെ. എന്താണ്? അസ്ഥി ശൃംഖല അഥവാ ഇയർ ഓസിക്കിൾസ് ആണ്. ഓക്കെ, ഇയർ ഓസിക്കിൾസ് ആണ്. എന്താണ് ഇതിന്റെ ധർമ്മം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്. ഈ ഭാഗം കേൾവിയെ എങ്ങനെ സ്വാധീനിക്കുന്നു? അതായത് നമ്മളെ കർണപടത്തിലെ കമ്പനങ്ങളെ അല്ലെ വർദ്ധിപ്പിച്ച് അവയെ എങ്ങോട്ടേക്ക് എത്തിക്കും? നമ്മുടെ ആന്തരകർണം, ഇന്റേണൽ ഇയറിലേക്ക് എത്തിക്കും. ഇവരെന്താ ചെയ്യുക? ടിംപാനത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ വൈബ്രേഷൻസിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ്? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് വൈബ്രേഷൻസ്. എങ്ങോട്ടേക്കാണ് മക്കളെ? വൈബ്രേഷൻസ് ടു ഇന്റേണൽ ഇയർ, ടു ഇന്റേണൽ ഇയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അനലൈസ് ദ ഫിഗർ ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ ഇയർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചുവടെ നൽകിയിരിക്കുന്ന ആന്തരകർണത്തിന്റെ ഘടന സൂചിപ്പിക്കുന്ന ചിത്രം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എടാ മക്കളെ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇന്റേണൽ ഇയർ ആണ് അല്ലെ, ആന്തരകർണമാണ്. ഇതിലെ എക്സും വൈയും എന്താണ് എന്നാണ് ആദ്യത്തെ ചോദ്യം അല്ലെ. എന്താണ് എക്സ്? എന്താണ് വൈ? അപ്പൊ എക്സ് എന്താ, വൈ എന്താ? പെട്ടെന്ന് പറഞ്ഞേ. എക്സ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാൽസ് ആണ് അല്ലെ. എന്താണ്? സെമി സർക്കുലാർ കനാൽസ് അല്ലെ, അതായത് അർദ്ധവൃത്താകാര കുഴലുകളാണ് തന്നിരിക്കുന്നത്. വൈ എന്താണ് മക്കളെ? എന്താണ് വൈ? വൈ എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ആണ്. വൈ എന്താണ്? വെസ്റ്റിബ്യൂൾ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഹൗ ഡസ് എക്സ് ആൻഡ് വൈ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബോഡി ബാലൻസിങ്. എക്സും വൈയും എന്നീ ഭാഗങ്ങൾ ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മളെ ചെവിക്ക് 2 ധർമ്മങ്ങളില്ലേ? ഒന്ന് കേൾവി സാധ്യമാക്കുക, രണ്ടാമത്തത് ശരീരത്തിന്റെ ബാലൻസ്, ഇക്വിലിബ്രിയം അല്ലെ, തുലന നില പാലിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മളെ ഹെഡ് മൂവ് ചെയ്യുന്നില്ലേ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തല ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് അല്ലെ. ആ സമയത്ത് നമ്മുടെ സെമി സർക്കുലാർ കനാൽ, അർദ്ധവൃത്താകാര കുഴലിന്റെയും വെസ്റ്റിബ്യൂളിന്റെയും അകത്തുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യും? ചലിക്കും. എൻഡോലിംഫ് ചലിക്കുമ്പോൾ അവിടെ കാണുന്ന സെൻസറി ഹെയർ സെൽസ്, രോമകോശങ്ങൾക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഇമ്പൾസ്, ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ആവേഗം നമ്മുടെ എവിടേക്ക് എത്തും? എവിടേക്ക് എത്തും? സെറിബ്രം ആണോ? തെറ്റ്. സെറിബെല്ലം അല്ലെ. എങ്ങോട്ടേക്ക് എത്തും?
സെറിബെല്ലത്തിലേക്ക് എത്തും. ആര് വഴിയാണ് എത്തുന്നത്? വെസ്റ്റിബുലാർ നാഡി വഴി അല്ലേ? ഈ കാണിച്ചിരിക്കുന്നതാണ് വെസ്റ്റിബുലാർ നാഡി. ഈ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഈക്വിലിബ്രിയം അല്ലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ശരീരത്തിന്റെ തുലന നില അങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ല? അപ്പൊ ഈ തന്നിരിക്കുന്ന 6 ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് മിനിമം ഒരു 2-3 നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ചിത്രങ്ങൾക്ക് പുറമെ വേറെ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചിത്രങ്ങൾ അടയാളപ്പെടുത്താനും വരയ്ക്കാനും ഒന്നും പഠിക്കാനില്ല. ഇത് മാത്രമല്ലേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലേ? അപ്പൊ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. മിസ്സിന് ഉറപ്പുണ്ട് മിസ്സിന്റെ മക്കൾ എല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അതിനാണല്ലോ ടീം ഏഗൺ മൊത്തത്തിൽ ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെ? സോ ടെൻഷൻ ഒക്കെ മാറ്റി വെച്ച് ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക. നാളത്തെ എക്സാം കട്ടക്ക് പോയിട്ട് എഴുതുക. ഫുൾ മാർക്ക് വാങ്ങിക്കുക. അപ്പൊ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ആണല്ലോ, ഇനി ബോർഡ് എക്സാമിന് പഠിക്കാലോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോളാം. കാരണം നമ്മളിപ്പം എന്തൊരു പരിപാടിക്ക്, ഇപ്പൊ ഫുട്ബോളോ ക്രിക്കറ്റോ ഡാൻസോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ എന്തുണ്ടാകും? ഒരു ട്രയൽ ഉണ്ടാവും അല്ലെ? ആ ട്രയൽ നമ്മൾ സക്സസ് ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെ? ഇനി വരാൻ പോകുന്ന ആ വലിയ കാര്യവും നേടാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടില്ലേ? അതേപോലെ തന്നെയാണ് മക്കളെ നമ്മുടെ മോഡൽ എക്സാം. ഈ മോഡൽ എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ അത് വലിയൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ്? ബോർഡ് എക്സാമും ഞാൻ നന്നായിട്ട് എഴുതും, എനിക്ക് ഇതുപോലെ നല്ല ഫുൾ മാർക്ക് A+ വാങ്ങാൻ സാധിക്കും എന്നുള്ളത്. സോ എല്ലാവരും ഉള്ള സമയം കൊണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. എനിക്കറിയാം മിസ്സിന്റെ എല്ലാ മക്കളും ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആവട്ടെ, ഈസി ആയിരിക്കും. ആൻഡ് ഗുഡ് ലക്ക് ഫോർ ദ എക്സാം. എന്റെ വക മാത്രമല്ല കേട്ടോ, നമ്മുടെ ടീം ഏകന്റെ വക എല്ലാ SSLC മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഉണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാൻ. ചിൽഡ്രൻ, ടാറ്റാ ബൈ ബൈ.